വളരെ പുരാതന കാലം തൊട്ടേ ചന്ദനത്തിനും ചന്ദനം ഉപയോഗിച്ചുള്ള വസ്തുക്കൾക്കും പ്രാധാന്യമേറെയാണ്. ചന്ദനത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ സാംസ്കാരികമായും മതപരമായും ഒരുപാട് ബന്ധമുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റു മരങ്ങളിൽ നിന്ന് ചന്ദനത്തിലുള്ള സവിശേഷ ഗുണങ്ങളും ഹൈ ഡിമാൻഡുമാണ് ചന്ദനത്തിന് ഇത്രയും വില വരാനുള്ള കാരണം. പ്രൊഡക്ഷൻ കൂടെ കുറഞ്ഞതോടെ ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ മരങ്ങളിലൊന്നായി ചന്ദനം മാറി. 1970കളിൽ ഇന്ത്യയിൽ വർഷം തോറും 4000 ടണ്ണോളം ചന്ദനമാണ് വിളവെടുത്തിരുന്നത്. എന്നാൽ ഇന്നത് 100 ടണ്ണായി കുറഞ്ഞു. 6000 മുതൽ 10000 ടൺ വരെയാണ് വർഷം തോറും ലോകമെങ്ങും ആവശ്യമുള്ള ചന്ദനത്തിന്റെ അളവ്. ഇന്ത്യയെ കൂടാതെ ഓസ്ട്രേലിയയിലും ചന്ദനം നന്നായി വളരും. അതുകൊണ്ട് തന്നെ ചന്ദന കൃഷിയുടെ സാധ്യത മനസ്സിലാക്കിയ ഓസ്ട്രേലിയ വർഷങ്ങൾക്ക് മുന്നേ തന്നെ അതിനുവേണ്ടിയുള്ള പദ്ധതികളും വലിയ തോതിലുള്ള ഉൽപാദനവും തുടങ്ങി. അതുകൊണ്ടാണ് നിലവിലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചന്ദനം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി ഇന്ത്യയെ പിന്തള്ളി ഓസ്ട്രേലിയ എത്തിയത്. എന്നാൽ ഇന്ത്യയിലെ ചന്ദനത്തിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ മാർക്കറ്റിൽ ഏറ്റവും വില കൂടിയതും ഇന്ത്യൻ ചന്ദനത്തിനാണ്. ആവശ്യം കൂടുന്നതും പ്രൊഡക്ഷൻ കുറയുന്നതും വലിയ സാധ്യതയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് സാൻഡൽവുഡ് കോട്ട് കൃഷിക്ക് പ്രാധാന്യമേറുന്നത്. ജസ്പേഡ് ഇന്റർനാഷണൽ ഏറ്റവും പുതിയ പദ്ധതിയായ ഫ്രാഗ്രൻസ് ഹെവന്റെ ലക്ഷ്യവും അതുതന്നെയാണ്. ആഗോള ചന്ദന വിപണിയിൽ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചെടുക്കുവാനും വലിയ സാമ്പത്തിക ലാഭം നേടുവാനും ഈ പ്രോജക്ട് വഴി സാധിക്കും.